ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നിതാ പുഴയ്ക്ക് പോന്നിക്കാണ് കേട്ടോ. രാവിലെ തന്നെ അത്താഴത്തിന് എണീറ്റാൽ പിന്നെ നമ്മൾ സുബസ്കാരോ അതേപോലെ ഖുർആനോദലൊക്കെ കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ പുഴയ്ക്കാണ് പോരലാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്താ അറിയുമോ, വേഗം പണികൾ തീരും. പിന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണം എന്നുണ്ടെങ്കിലും പോവും ചെയ്യാം. അതേപോലെ ഇനിയിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും നമുക്ക് ഖുർആൻ ഓതാനൊക്കെ സമയം കിട്ടുകയും ചെയ്യും. അപ്പോൾ എനിക്കിപ്പോൾ തിരക്കുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് റൂമിക്ക് സാധനങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ട് കുറച്ച് സൈറ്റുണ്ട്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യണം, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. നാളെ അത് കൊണ്ടുപോയി കൊടുക്കണം. നാളെ കൊണ്ടുപോയി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് പാക്കിംഗ് ഒക്കെ തീർക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ പാക്കിംഗ് ഒക്കെ ചെയ്യാൻ. പിന്നെ ഇപ്പോൾ നോമ്പല്ലേ, നോമ്പാകുമ്പോൾ കുറേ സമയം നമുക്ക് പിന്നെ അവിടെ പോയിട്ട് ജോലികൾ ചെയ്യാനും കഴിയില്ല. അപ്പോൾ നല്ല ചൂടും വെയിലും ഒക്കെ അല്ലേ. അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല ഇൻട്രസ്റ്റാണ് പണികളൊക്കെ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ ജോലി ആദ്യം തീർക്കണ്ടേ. അപ്പോൾ പുഴയ്ക്ക് ഇങ്ങനെ അലക്കാനുള്ള തെറ്റി പോരുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമല്ല കേട്ടോ. അലക്കണ പണി പെട്ടെന്ന് തീരും. ഒരു 10-20 മിനിറ്റ് മതി കേട്ടോ. എത്ര അലക്കാണ്ടെങ്കിലും പെട്ടെന്ന് അലക്കലൊക്കെ കഴിയും. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ തുണികളൊക്കെ അലക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പുഴയിൽ നിന്നൊക്കെ പോന്നു കേട്ടോ. വീട്ടിലെത്തി ഞാൻ വന്നപ്പോൾ നമ്മളെ ഐഫക്കുട്ടി സ്കൂൾക്കൊക്കെ പോകാനൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പത്രമൊക്കെ ഒന്ന് തുറന്നു നോക്കി വായിച്ചിരിക്കുകയാണ്. ഇത് ഞാൻ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. വെള്ളിയാഴ്ച കുട്ടികൾക്ക് വണ്ടി നേരത്തെ വരുമല്ലോ. അപ്പോൾ ഞാൻ പോയപ്പോൾ ഓരോന്നും എണീറ്റിട്ടില്ല. ഇനിയിപ്പോൾ എണീറ്റിക്കണോ അതോ സ്കൂൾക്കൊക്കെ പോകാനൊക്കെ ഒരുങ്ങിക്കണോ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വന്നപ്പോൾ തന്നെ ഐഫക്കുട്ടി ഒരുങ്ങി. ഇപ്പം നല്ല കുട്ടിയായി ഇതായിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നോമ്പായതുകൊണ്ട് സ്കൂൾക്ക് കൊണ്ടുപോകാൻ കൂട്ടാനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഐഫക്കുട്ടി ഇന്ന് നോമ്പൊക്കെ നോറ്റിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം തുണികളോട് തോരയിടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ആകെ അടിച്ചു വാരാനും തുടക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികൾ തന്നെ ചെയ്യും കേട്ടോ. ആകെ അടിച്ചു വാരലൊക്കെ ചിലപ്പോൾ മഞ്ജുമോൾ തന്നെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ തുടക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ ഞാനിതാ വണ്ടി ഒന്ന് കഴുകണ്ടിട്ടെന്ന്. പിന്നെ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ, നിങ്ങൾ ലൈസൻസിൻ്റെ കാര്യം എന്തായിരുന്നു ചോദിച്ചിനി. അപ്പോൾ ലേണിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലേണിങ്ങൊക്കെ പാസ്സായി. ഇനിയിപ്പോൾ റോഡ് ടെസ്റ്റൊക്കെ ജൂൺ 2-ാം തീയതിക്കാണ് കേട്ടോ ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. കുറേ നീണ്ടു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ കിട്ടുള്ളൂ തോന്നുന്നുണ്ട്. അങ്ങനെ തുണികളൊക്കെ ഇതാ വിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഐഫക്കുട്ടി ഇന്നലെ എനിക്ക് കാണിച്ചു തരാൻ മറന്നതാണെന്ന് പറഞ്ഞു കേട്ടോ. ക്ലാസ് ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഇനി. അപ്പോൾ അത് കാണിച്ചു തരാണ് കേട്ടോ. ഓരോ ക്ലാസ്സിലേ ഒരു മീനാക്ഷി കുട്ടി പറഞ്ഞ കുട്ടീൻ്റെ ആ നടുക്കിരിക്കണ കുട്ടീനെ കണ്ടോ, ടീച്ചർമാരെ നടുക്കിരിക്കണ ആ കുട്ടി എപ്പോഴൊന്നും സ്കൂൾക്ക് വരലില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ വരലുള്ളൂ. അതേപോലെ ഫോട്ടോ എടുക്കണം അന്ന്, അതേപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാകുന്ന ദിവസങ്ങളിലൊക്കെ വരുള്ളൂ. വയ്യാത്ത കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്ന് അതൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റോളം കൂടെ അവിടെ പുറത്തിരുന്ന് അങ്ങനെ ഓൾക്ക് വണ്ടിയൊക്കെ വന്നോളൂ പോയി. പിന്നെ ഞാൻ അതൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ജോലിക്ക് ഇറങ്ങുകയാണ്. എൻ്റെ സ്റ്റോക്ക് റൂം ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കലുണ്ടല്ലോ, അധികം ദൂരമൊന്നുമില്ല. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് മതി. വണ്ടിമ്മ പോവുകയാണെങ്കിൽ 5 മിനിറ്റും വേണ്ട, ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളവിടെ എത്തും. അങ്ങനെ കുറച്ചൊക്കെ പാക്ക് ചെയ്ത് പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ തന്നെ പോന്നു. ഇനി കുറച്ചും കൂടെ ഉണ്ട് ചെയ്യാൻ. അതിപ്പോൾ ഇനി നാളെ രാവിലെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ തന്നെ സാധനങ്ങൾ കൊടുക്കും വേണം. അപ്പോൾ ഇതാ പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തൊക്കെ ചെയ്ത് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ കിച്ചണിക്ക് വരുന്നത്. അസർസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിക്ക് വരുന്നത്. അപ്പോൾ ഞാനിതാ ഇന്ന് ചിക്കൻ കറിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ കഴുകിയതാ ഞാൻ മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അതിക്കുള്ള. അതേപോലെ തന്നെ സവാളയും കിഴങ്ങും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ കറിയാണ് അടുപ്പത്ത് വെച്ചാൽ പിന്നെ നമുക്ക് വേറെ എന്താ ഇപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കണം, അതേപോലെ സ്നാക്സ് ഉണ്ടാക്കണം, ജ്യൂസ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ പണികളുണ്ട്. അപ്പോൾ ആദ്യം കറി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മുടെ ചിഞ്ചുമോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. ചിഞ്ചുമോൾ ഇപ്പോൾ പോയിട്ടുള്ളൂ, 2-3 ദിവസമായിട്ടുള്ളൂ പോയിട്ട്. അപ്പോൾ ഹോസ്റ്റലിൽ ഫുഡൊന്നും ശരിയാവായിട്ടേ നോമ്പ് തുറക്കണ സമയത്ത് പരിപ്പ് വട, ഉഴുന്ന് വട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാരണം സ്നാക്സ് ആയിട്ട് ഉണ്ടാകും. അതേപോലെ എന്തെങ്കിലും ഒരു ജ്യൂസും ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലാവുമ്പം ഓർക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ വീട്ടമ്മമാർ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അതേപോലെ അല്ലല്ലോ ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ, അവിടെ ഒരു നിയമം ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ടല്ലേ അവിടെ നിന്ന് ഫുഡൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ ചിഞ്ചുമോളും ഉണ്ട്. ഓള് വന്നപ്പോൾ ഒരു ബത്തക്ക കഷ്ണം കൊണ്ടുവന്നു കേട്ടോ, മഞ്ഞ ബത്തക്കൊക്കെ കൊണ്ടുവന്നിക്കണം. അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സ് ഒന്നും ഇല്ല ഇനി. അപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചു ഞാൻ വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത്. നമ്മൾ വണ്ടിക്കൂലിക്കൊക്കെ കൊടുക്കുന്ന പൈസ എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ടാവും കയ്യിലേ, അപ്പോൾ ചോദിക്കുന്നതാണ്. അങ്ങനെ ബത്തക്ക കോള് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഞാൻ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനുള്ള പിന്നെ മസാല റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ ബീഫ് റോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 2-3 സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ടേനി. അതിതാ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മസാല തന്നെ കേട്ടോ. ഇനി ഇതിക്ക് ബീഫോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കും, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ ചിഞ്ചുമോൾ കൊണ്ടുവന്ന ബത്തക്ക മഞ്ജുമോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മക്കളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ അതേപോലെ ഒരു നമുക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് തരുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു ആശ്വാസമാണല്ലേ. സമയം പിന്നെ ഒരുപാട് സമയം ലാഭം കിട്ടും. ആദ്യമൊക്കെ ഞാൻ തന്നെ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തിന് കേട്ടോ, ഒക്കെ ഒറ്റയ്ക്കല്ലേ ചെയ്തിനത്. ഇപ്പോൾ പിന്നെ കുട്ടികൾ വലുതായപ്പോഴേ ഒരിക്കറിയാം നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോട് നമ്മൾ പറയൊന്നും വേണ്ട, ഓർക്ക് തന്നെ അറിയാം. ഓരെന്നെ വന്ന് ചോദിക്കും, ഞാനത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരെന്നെ ചോദിക്കും. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഓൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇന്നിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല ഇനി. അപ്പം ഈത്തപ്പഴം ഉണ്ടേനി കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബീഫ് റോൾ ഉണ്ടാക്കാനേ മൈദദോശ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ മൈദദോശ ഉണ്ടാക്കാൻ ഇതാ ഒരു മിക്സിൻ്റെ ജാർക്ക് പിന്നെ ഒരു 2 കപ്പോളം മൈദമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയ കപ്പാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഇപ്പം ആ 1/4 കപ്പിൽ ഉള്ള കപ്പ് കൊണ്ടാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 2-3-4 പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചധികം ദോശ വേണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 കപ്പോളം മൈദമാവായിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ അതാ ഒരു 2 സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാൽപ്പൊടി ഇല്ലെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ദോശ നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. പിന്നെ അതേപോലെ 1 കപ്പ് വെള്ളം ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് അടിച്ചെടുത്തിട്ടോ. എന്നിട്ട് പിന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേട്ടോ മഞ്ജുമോളെ ജോലി കഴിഞ്ഞു, ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കണം, ജ്യൂസ് ഓൾ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിതാ നമ്മുടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവൊക്കെ അരച്ച് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതിതാ ഞാനൊരു ബൗൾക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കുറച്ച് ലൂസായിട്ടാട്ടോ വേണ്ടത്. നല്ലോണം ഇങ്ങോട്ട് കുറുകും ചെയ്യരുത്, നല്ലോണം ലൂസാവും ചെയ്യരുത്, ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സവാള വഴറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചെറിയ തീയിലിട്ട് വെച്ചേക്കേനെ കേട്ടോ. അപ്പം ഇളക്കി നോക്കിയപ്പോൾ സവാളയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു. അപ്പോൾ അതൊക്കെ ചേർത്തൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിക്കിടാനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാലപ്പൊടികളൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും വലിയ ജീരകം പൊടിച്ചതും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി പൊടിച്ചതില്ലേ ഇനി, അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. പിന്നെ അതേപോലെ കുറച്ച് മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിക്ക് ബീഫാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ മീറ്റ് മസാല ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ ഒരു പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ബീഫ് വേവിച്ചാണ്ട് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ് കേട്ടോ. എന്നിട്ടത് പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടേനും അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം അടുപ്പത്തിട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് വഴറ്റിയെടുത്തിട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ദോശ ഉണ്ടാക്കിയെടുക്കണം, മൈദ ദോശ ഉണ്ടാക്കിയെടുക്കണം. മാവൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണമല്ലോ. അപ്പോൾ അതാ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. എണ്ണ തടവി കൊടുത്തിട്ടില്ലെങ്കിലും പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് അങ്ങനെ ചട്ടിയിൽ ഒട്ടി പിടിക്കൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ എടുക്കാനൊക്കെ പറ്റും. പക്ഷേ ഞാൻ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടോ. അങ്ങനെ കുറച്ച് മാവൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്നും ഇങ്ങോട്ട് ചുറ്റിച്ചെടുത്തു. പിന്നെ ഇതാ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടൊക്കെ ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അധികം ദോശ വേണം, നമുക്ക് തറവാട്ടിക്കും കൊടുക്കണതല്ലേ സ്നാക്സൊക്കെ, അപ്പോൾ കുറച്ച് അധികം വേണം.
അങ്ങനെ ദോശയൊക്കെ ഞാൻ ചുട്ടെടുത്തു. പിന്നെ ആ ഒരു പാന് നല്ല ചൂടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടേ നമുക്ക് കറിക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാണ് കേട്ടോ. തേങ്ങ അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, തേങ്ങയും കറിവേപ്പിൻ്റെലും. ഇനി ഇതും അതേപോലെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് വെക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കും. അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്നാക്സ് വേഗം റെഡിയാക്കി എടുക്കാം. ചിലപ്പോൾ മൈദ ദോശ ഉണ്ടാക്കുമ്പോഴാണ് ശരിയായി കിട്ടൂല, ഇങ്ങനെ പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടാതെ ഇതേപോലെ നല്ല രീതിയിൽ കിട്ടണം കേട്ടോ. നമുക്കിപ്പോൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോ ദോശ എടുത്തിട്ട് അതിക്ക് ഫില്ലിങ്ങൊക്കെ ചേർത്തിട്ട് സ്നാക്സൊക്കെ റെഡിയാക്കി എടുക്കുക. പിന്നെ ഞാനിതാ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ദോശ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ബീഫ് റോൾ എന്നൊക്കെ പറഞ്ഞ് ഏത് ഷേപ്പിലാണോ നമുക്ക് ഇഷ്ടം ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക. ഇനിയിപ്പോൾ ചതുരത്തിലൊക്കെ മടക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും മടക്കിയെടുക്കുക, അല്ലെ ഇതേപോലെ റോൾ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതേപോലെയാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കിയത്. ഇതേപോലെ ഫില്ലിങ് നടുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് 2 അറ്റം ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് ഒട്ടിക്കിട്ടും കേട്ടോ. ഫില്ലിങ് ഒന്നും പുറത്ത് പോരൊന്നും ചെയ്യൂല. പിന്നെ നമുക്ക് മുട്ടൻ്റെ ബാറ്ററിലൊക്കെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലാണ് കോട്ട് ചെയ്തെടുത്താൽ പിന്നെ മസാല ഒന്നും പുറത്ത് വരുമൊന്നും ചെയ്യൂല, നല്ല സേഫായിട്ട് തന്നെ നിൽക്കും. പക്ഷെ എങ്ങനെ ചെയ്തപ്പോൾ എനിക്കൊരു ഇത് തോന്നിയില്ല കേട്ടോ. അതിൻ്റെ ആ 2 അറ്റത്തും ഫില്ലിംഗ് ഒന്നും ഇല്ലാതെ അങ്ങനെ തോന്നി. അപ്പോൾ നമുക്കിനി അടുത്തത് വേറെ രീതിയിലാക്കിയെടുക്കാം. അപ്പോൾ ഞാനത് മുട്ടൻ്റെ ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ടുണ്ട്. ഇനി ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ. എനിക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാണിത്. ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ചിക്കനാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ ചേർക്കണമെങ്കിൽ ചിക്കൻ ചേർക്കുക, ബീഫ് കയ്യിലുണ്ടെങ്കിൽ ബീഫ് ചേർക്കണമെങ്കിൽ ബീഫ് ചേർക്കുക. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ 2 മുട്ട പുഴുങ്ങിയിട്ട് സവാളൻ്റെ മസാലയിലിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറെ രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ദോശ വെച്ച് കൊടുത്തിട്ട് അതിക്ക് ഇതേപോലെ ഫില്ലിങ്ങൊക്കെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ 2 ഭാഗം ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ല വൃത്തിയിൽ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതേപോലെ ഉണ്ടാക്കാം. ഈ ഒരു ദോശൻ്റെ മാവ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അത് പിന്നെ ഉള്ളിലത്തെ ഫില്ലിങ്ങും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അതുകൊണ്ട് നമ്മളെ സ്നാക്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നമ്മൾ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഫില്ലിങ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സ്നാക്സും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ 2 എണ്ണം അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഉണ്ടാക്കിയതല്ലേ ഒന്നും കൂടെ വൃത്തിയായിട്ട് തോന്നിയത്. അങ്ങനെ ഞാനതൊക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിന്ന്. പിന്നെ മഞ്ജുമോള് ജ്യൂസ് അടിക്കാനും വേണ്ടിയിട്ട് നിന്നിക്കണ്. അപ്പോൾ അതാ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിക്കണം. അതേപോലെ അണ്ടിപ്പരിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാൽപ്പൊടി കേട്ടോ. അപ്പോൾ അത് ഞാൻ ജാർക്ക് ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് പാകാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചെന്നാൽ പിന്നെ ഓളെന്നെ അടിച്ചെടുത്തോളും. അടിച്ചെടുക്കലും അരിച്ചെടുക്കലൊക്കെ ഓള് ചെയ്തോളും. അപ്പം നമുക്ക് ഹെൽത്തി ജ്യൂസാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരം വല്ലാതെ ഞാൻ ചേർക്കണില്ല. അപ്പം പിന്നെ ഈത്തപ്പഴത്തിൽ നല്ല മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ലാസ്റ്റ് പിന്നെ കുറച്ച് ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചാണ്ടോള് ലൂസാക്കി എടുത്തിക്കണ് ജ്യൂസ്. അപ്പോൾ പിന്നെ ചിലപ്പം മധുരം ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. അപ്പോൾ ജ്യൂസൊക്കെ ഓൾ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ തന്നെ ഞാൻ നമ്മളെ ബീഫ് റോളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണയല്ല, ഞാൻ ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളെന്താണോ പിന്നെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കില്ല ചേർത്ത് കൊടുക്കുക. ഞാൻ ചിലപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കും, ചിലപ്പോൾ ഓയിൽ ഉപയോഗിക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുമില്ല. ഇതേപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനങ്ങനെ ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മളെ ഫില്ലിങ്ങും വെന്തതാണ്, ദോശയും വെന്തതാണ്. പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തതും മുട്ടൻ്റെ ബാറ്ററിലൊക്കെ മുക്കിയെടുത്തതൊക്കെ അല്ലേ. അപ്പോൾ ജസ്റ്റ് ആ പുറം ഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഫ്രൈ ചെയ്യാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ. ഉണ്ടാക്കാനും അതേപോലെ തന്നെ ദോശ റെഡിയായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും. നമ്മൾ മൈദ കുഴച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുന്ന ദോശ ഉണ്ടല്ലോ, അതിലേറെ ഒന്നും കൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഇതേപോലത്തെ ദോശ ഉണ്ടാക്കിയാണ്ട് പിന്നെ റോൾ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെയാകുമ്പോൾ പണി കൂടുതൽ വരും. ഇങ്ങനെയാകുമ്പോൾ പിന്നെ ദോശ അങ്ങനെ ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മളെ ബീഫ് റോൾ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്നൊക്കെ കോരി മാറ്റി. ഇനി നമുക്ക് ഫസ്റ്റ് ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കാനുള്ളത് വേഗം കൊടുത്തേക്കാം. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ടൈം. ഇനിയിപ്പോൾ നമ്മൾ അപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, നോമ്പ് തുറക്കണ സമയത്ത് കഴിക്കാൻ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കിയാലും മതി, ധൃതി പിടിച്ചുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നോമ്പ് തുറക്കണ സമയത്ത് കുട്ടികൾ
ഈ ഒരു സ്നാക്സും അതേപോലെ തന്നെ ജ്യൂസും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പോഴൊന്നും കഴിക്കൂല കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ ഫുഡ് കഴിക്കാൻ വരുള്ളൂ. അപ്പോൾ തറവാട്ടിൽ കൊടുക്കാമല്ലോ, അതൊക്കെ കുട്ടികളുടെ അടുത്ത് കൊടുത്തയച്ചു. അപ്പോൾ നമുക്ക് ആക്കം പോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ, ഒരു ധൃതിയില്ല. എന്നാലും ഒരു ബേജാറാണ് കേട്ടോ, ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് ഒക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വെപ്രാളാണ് ആ ഒരു സമയത്ത്. അപ്പോൾ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ അരിപ്പൊടി കുറച്ച് കലക്കി മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് അരിപ്പൊടി കലക്കിയ ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ദോശയല്ലേ ഞങ്ങൾ അപ്പം എന്നാട്ടോ പറയൽ. ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കണ പിന്നെ മാവ് റെഡിയാക്കി എടുക്കണ അപ്പത്തിനാണ് ദോശ എന്ന് പറയൽ. പച്ചരി കൊണ്ട് ഉണ്ടാക്കണ അപ്പത്തിന് അപ്പം തന്നെ കേട്ടോ പറയൽ. അപ്പോൾ നമ്മളെ സ്നാക്സൊക്കെ റെഡിയായി. പിന്നെ അതേപോലെ കറിയും തേങ്ങ കാച്ചൊക്കെ ഒഴിച്ച് കറിയും റെഡിയാക്കിയിട്ടുണ്ട്, തൂമിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അപ്പം ചൂടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പത്തിനുള്ള മാവ് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ടേബിൾ മേലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഐഫക്കുട്ടിക്ക് നോമ്പുണ്ടേ. ഐഫക്കുട്ടിക്ക് നോമ്പുണ്ടാകുമ്പോൾ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇങ്ങനെ കിച്ചണിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ, എന്തൊക്കെ ഉണ്ടാക്കിക്കണമെന്നൊക്കെ അറിയാൻ. അപ്പോൾ ഓളൊരു സമാധാനത്തിനേ പിന്നെ ഒക്കെ ടേബിൾ മേലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഒക്കെ ഒരു സമാധാനമാണ്. പിന്നെ ഞാൻ അപ്പച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിനി. അപ്പോൾ അതിക്ക് ഓയിലൊക്കെ തടവി കൊടുത്തത് ആ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അപ്പം ചുടാനൊക്കെ നല്ല എളുപ്പമാണ്, പക്ഷേ കുറേ നേരം നിൽക്കണം. അതാണുള്ളൊരു എന്താ പറയുക ഒരു ദേഷ്യം. ചുട്ടാലും അങ്ങോട്ട് കഴിഞ്ഞിട്ടൂല, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ മാവൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്, അരിപ്പൊടിയല്ലേ. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഉപ്പിട്ട് കലക്കിയെടുത്ത മാവ് റെഡിയായി. പിന്നെ ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു അപ്പം. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണമല്ലോ. അങ്ങനെ അപ്പമൊക്കെ ചുടുന്നതിൻ്റെ ഇടയിൽ പിന്നെ ബാങ്ക് കൊടുത്തു. പിന്നെ നോമ്പൊക്കെ തുറന്ന് പിന്നെ ആക്കം പോലെയാണ് കേട്ടോ ബാക്കിയുള്ള അപ്പമൊക്കെ ചുട്ടെടുത്തത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കലുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. ഇന്നലെ നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിനി, ഫന്ന കേറ്റി എന്നാട്ടോ ഒരു ഐഡിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു സ്നാക്സ് ഉണ്ടല്ലോ, പിന്നെ എന്താ സമൂസൻ്റെ ഓലയൊക്കെ വെച്ചിട്ടില്ലേ ആ സ്നാക്സ് ഉണ്ടാക്കി, അതല്ല ബ്രെഡ് വെച്ചിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കിയല്ലോ, അതുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം, നന്നായി എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇൻഷാ അല്ലാ അധികവും നമുക്ക് നല്ല റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.